ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചമരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലാറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ നമ്മുടെ കഴിഞ്ഞിടത്തും തന്നെ വർഷയും രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ല എന്നല്ല, എന്നാലും നമ്മളെ മാത്രം തെറ്റല്ല എന്നുള്ളത് പറയുകയാണ്. രേവതിയെ അങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ഇതുകൊണ്ടാണ് സച്ചിയേട്ടൻ കുടിക്കുന്നത്, പിന്നെ നിനക്ക് പിച്ചി എടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ വർഷയുടെ അച്ഛൻ എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ സഹിക്കാം? സച്ചിയേട്ടൻ മാക്സിമം സഹിച്ചു. വേണ്ടെന്ന് വർഷയുടെ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞത്, പക്ഷേ വർഷയുടെ അച്ഛൻ കേട്ടില്ല. അടിക്കേണ്ടി വന്നു, അവസാനം അടിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന, സ്വന്തം അഭിമാനമുള്ള ഏതൊരു ഭർത്താവിനായാലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ആരായാലും അടിച്ചു പോവും. സച്ചേട്ടൻ ചെയ്ത് തെറ്റന്നെ, പക്ഷേ എങ്കിൽ ഇത്രയൊക്കെ കേട്ട് ഒരുപാട് സഹിച്ചതിന് ശേഷം മാത്രം വേണ്ടെന്ന് വെച്ചതിന് ശേഷം മാത്രമാണ് സച്ചേട്ടൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. വർഷ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ മോഷ്ടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ പറ, നിൻ്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. വർഷ പറയും, അച്ഛൻ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും രേവതിയുടെ ഹസ്ബൻഡ് ചെയ്തൊട്ട് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോഴാണ് രേവതി ഇതൊക്കെ പറയാം, എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് രേവതി പറയും, ഞാൻ ഇന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ചേച്ചി എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് നമ്മുടെ വർഷ പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ നിന്നോട് എന്തുകൊണ്ടാണ് സച്ചിയേട്ടൻ അടിച്ചത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത്, എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഇങ്ങനെ പറയും. എന്നിട്ട് നീ അന്ന് ആ പ്രശ്നം നടക്കുമ്പം രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും മോഷ്ടിക്കില്ല എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, ബാക്കി ആര് പറഞ്ഞതാണെങ്കിലും ഞാനത് മറക്കുമായിരുന്നു. പക്ഷെ നീ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അന്ന് നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു രേവതി. പക്ഷെ നീ പറഞ്ഞില്ല, എനിക്കത് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, നീ അവിടെയാണ് നിൽക്കേണ്ടത് വർഷേ, നിൻ്റെ വീട് അവിടെയാണ്, നീ വരാത്തതിൽ അച്ഛന് ഭയങ്കര വിഷമമുണ്ട്, നീ അവിടേക്ക് വരാത്തതുകൊണ്ട് നിൻ്റെ ഭർത്താവും വരുന്നില്ല, ശ്രീകാന്തും അവിടേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ശ്രീകാന്ത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ, അവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ, നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പറയും. അപ്പോൾ അവനും വീട്ടിൽ വരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇനി അവനെയും കൂട്ടിയിട്ട് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, നീ നിൽക്കേണ്ടത് അവിടെയാണ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ അത് മറന്നേക്ക്, ഇനി ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നോക്കാം, കുറച്ച് കാലമായില്ലേ ഞാൻ എന്നോട് നിൽക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, എനിക്കെന്നെ മനസ്സിലാക്കിക്കൂടെ, നിൻ്റെ സ്വർണ്ണമൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ, എന്നുവെച്ചാൽ ഞാൻ എടുക്കാൻ ഇതുവരെ ശ്രമിച്ചോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ, നീ എന്തായാലും ഒരു നല്ല തീരുമാനം എടുക്ക്, നല്ലോണം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്, ഇത് പറയാനാണ് ഞാനിവിടെ വന്നത് എന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവും. അതിനുശേഷം കാണിക്കുന്നത് സച്ചി നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ അവൻ ഇങ്ങനെ എന്തോ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചിയോടെ വരും, സച്ചിയെ കാണും, അവൻ ഞെട്ടും. എന്നിട്ട് എന്ന് വിളിക്കും. അത് വേറൊരു ഫ്രണ്ടിനെ ഇങ്ങനെ വെയിറ്ററിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, കസ്റ്റമർ വന്ന് കാണുന്നില്ലേ, ഓർഡർ കൊണ്ടുപോയിരുത്തിയിട്ട് ഓർഡർ എടുക്കുമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നീ എന്താ ഞാൻ വന്നത് കാണാത്ത പോലെ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നില്ല എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ ഏട്ടൻ, ആരെയും അടിക്കാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ആരെയും അടിക്കാനും കടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, ഞാൻ നിന്നോട് സംസാരിക്കാനേ വന്നതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, എനിക്ക് സംസാരിക്കുന്നു വേണ്ട, എനിക്കൊന്നും കേൾക്കാനും വേണ്ട, എന്നോട് എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, നിന്നോടല്ലാതെ പിന്നെ ഞാൻ ഇവരോട്, ഈ ചേട്ടന്മാരോട് സംസാരിക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് അവിടെ പോയിട്ട്, ചേട്ടന്മാരെ എന്തൊക്കെയുണ്ട്, എൻ്റെ പേര് സച്ചി, ഞാൻ ഇവൻ്റെ ഏട്ടനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഏട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഏട്ടനെയും സച്ചിയെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. എന്നിട്ടിങ്ങനെ പറയും, നീ എന്താടാ വീട്ടിൽ, സച്ചി ഇങ്ങനെ പറയും, നീ എന്താടാ വീട്ടിൽ വരാത്തേ? അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ എന്താ വീട്ടിൽ വരാത്ത ഏട്ടനെ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അത് പിന്നെ നിൻ്റെ അമ്മായിയച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ, എന്തൊക്കെയോ എൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, കുറേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ക്ഷമിച്ച് നിന്നതാണ്, പക്ഷേ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ പറയും, ഏട്ടനെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റ് തന്നെയാണ്, വർഷയുടെ അച്ഛൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, ഞാനും വർഷയുടെ അച്ഛനോട് ചൂടായിട്ടുണ്ട്, ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ സച്ചിയേട്ടൻ അടിക്കണ്ടായിരുന്നു, അടിച്ചത് തെറ്റ് തന്നെയാണ്, സച്ചിയേട്ടൻ തിരിച്ച് വാക്കുകൊണ്ട് മറുപടി പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പോട്ടെ, നീ വീട്ടിലേക്ക് വാ എന്നിങ്ങനെ പറയും.
എന്നിട്ട് നീ എന്താ ഭാര്യ വീട്ടിൽ നീ സുഖമായിട്ട് ജീവിക്കുന്നു, നീ നിൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തില്ല, അച്ഛൻ ഭയങ്കര വിഷമത്തിലാണ്, അച്ഛൻ മാത്രമല്ല അമ്മയും അവർ രണ്ടുപേരും നിന്നെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, നിന്നെക്കുറിച്ച് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ, അവർ ഭയങ്കര വിഷമത്തിലാണ്, വീട്ടിൽ സന്തോഷമൊക്കെ പോയി, നീ അങ്ങോട്ടേക്ക് വാടാ, നീ ആണെങ്കിൽ ഭാര്യ വീട്ടിൽ സുഖിച്ച് അവിടെ തിന്നും കുടിച്ചും സുഖിച്ച് ജീവിക്കുകയാണെന്ന് 2-3 തവണ ഇങ്ങനെ ഭാര്യ വീട്ടിൽ സുഖിച്ച് ജീവിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും. ഭാര്യ വീട്ടിൽ തന്നെ നിൽക്കുവാണോ നീ, നിനക്ക് പാർസൽ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ നിന്നെ വിളിക്കുന്നു പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ നിന്നെ വിളിച്ചപ്പോൾ നീ എടുത്തില്ല, അച്ഛനത് ഭയങ്കര വിഷമമായി, നീയാണെങ്കിൽ അവിടെ ഭാര്യ വീട്ടിൽ അവളോടൊപ്പം സുഖിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ അവിടെ നിന്നല്ല നിൽക്കുന്നത്, ഞാൻ അന്ന് തന്നെ അവിടെ ഒരു ദിവസം പോലും ഞാൻ നിന്നിട്ടില്ല, അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണെന്ന് പറയും. അപ്പോൾ അതിലൂടെ മറ്റേ ഇവൻ്റെ ഫ്രണ്ട് ദീപുവോ ഉണ്ടല്ലോ നേരത്തെ വന്നവൻ, അപ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും സച്ചി. അപ്പോൾ ബാക്കിൽ വന്ന് അവൻ്റെ ഫ്രണ്ട് പറയും, അവൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഒരു റൂമുണ്ട്, ബാക്ക് സൈഡിലൊരു റൂമുണ്ട്, ഒരു സ്റ്റോർ റൂം പോലത്തെയാണ്, അവിടെ 5-6 ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇവനും കൂടെ 2-3 ദിവസം ഇവിടെ നിൽക്കുന്നു, ചേട്ടൻ എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്ന് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നു ഇങ്ങനെ പറയും. അപ്പോൾ സച്ചിക്ക് കുറച്ച് ദേഷ്യവും ഇമോഷണലൊക്കെ വന്നിട്ട് സച്ചി ആ റൂം കാണാൻ വേണ്ടി പോകും. റൂമിൽ കുറേ സാധനങ്ങളൊക്കെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ അടുക്കി പെറുക്കിയിട്ട് ഒരു 3-4 ബെഡ് താഴെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അവിടെയാണ് ആ റൂം കണ്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമം. എന്നിട്ട് ശ്രീകാന്ത് വന്ന് ചോദിക്കും, സച്ചിയേട്ടൻ എന്തിനാ റൂമൊക്കെ വന്ന് നോക്കുന്നത്, പോകാൻ നോക്ക് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, നീ എന്തിനാണ് ഇവിടെ കഴിയുന്നത്, നിനക്കൊരു വീടില്ലേ, നിനക്ക് നല്ലൊരു മുറിയില്ലേ, സുഖസൗകര്യങ്ങളൊക്കെ ഇല്ലേ, നീ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സൗകര്യമില്ലാത്ത റൂമിൽ നീ എന്തിനാണ് വെറുതെ വാശിപ്പുറത്ത് വെറുതെ താമസിക്കുന്നത് ഇങ്ങനെ പറയും. അപ്പോൾ ഞാനിവിടെ താമസിച്ചാലും സച്ചിയേട്ടൻ എന്താണെന്ന് ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, നീ എൻ്റെ അനിയനല്ലടാ, എനിക്കൊന്നും ഇല്ലേ, നീ എൻ്റെ അനിയനല്ലേടാ, എനിക്ക് വിഷമം വരില്ല ഇത് കാണുമ്പോൾ ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി ഇങ്ങനെ പറയും, ഞാനായിരുന്നെങ്കിൽ പോട്ടെ, എന്നെ ആകെ അച്ഛനും രേവതിക്കും മാത്രമേ എന്നെ വേണ്ടൂ, ബാക്കി ആർക്കും എന്നെ വേണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിന്നെ അങ്ങനെയല്ല, നിന്നെ വീട്ടിലെല്ലാവർക്കും വേണം, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാടാ, അവരെല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്, നീ അങ്ങോട്ട് വാടാ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഞാൻ മാത്രം വന്നാൽ മതിയെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, നീ മാത്രമല്ല അവളെയും കൂട്ടി തന്നെ, വർഷേനെയും കൂട്ടി വരാൻ തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും വാ, നീ വർഷയും കൂട്ടിയിട്ട് വാ വീട്ടിലേക്ക് എന്ന് പറയും. എന്നിട്ട് ശ്രീകാന്ത് പറയും, ഞാൻ വരില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ സച്ചി പിന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കും, നീ വാടാ, ഇപ്പം നിനക്ക് നമ്മളെ വീടൊന്നും വേണ്ടേ, നീ ഇങ്ങനെ തന്നെ വാശി പുറത്തിങ്ങനെ നിൽക്കുകയാണോ, എൻ്റെ ദേഷ്യം മാറി, അച്ഛനും അമ്മയും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദേഷ്യം മാറി, നീ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് പോട്ടെ, അച്ഛനെ കാണുമ്പം എനിക്കറിയാമല്ലോ അങ്ങേർക്ക് ഭയങ്കര ചെറിയൊരു അസുഖമുള്ളതാണ്, അങ്ങനെയല്ല, അച്ഛനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖമുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞേ. അപ്പോൾ പിന്നെ അയാൾക്ക് ചൊറിയാൻ തുടങ്ങും, അയാളുടെ മകൾ ഇതുവരെ നമ്മളെ വീട്ടിൽ വന്നത് ഇതുവരെ അയാൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, നീ അത് മനസ്സിലാക്കാദ്യം നീ ഇങ്ങനെ പറയും. ചൊറിഞ്ഞുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് വർഷം വരാണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, അപ്പോൾ അവൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ, ജന്മകാലം വന്നില്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ശ്രീകാന്ത് പറയും, കുറച്ച് കഴിയട്ടെ, അവളുടെ ദേഷ്യം എന്തായാലും മാറും, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നാൽ അവൾക്ക് ഫീലാവും, അതൊന്നും ശരിയാവില്ല എന്നിങ്ങനെ പറയുകയാണ് ശ്രീകാന്ത്. അവൾ പെട്ടെന്നൊന്നും തണുക്കും തോന്നില്ല, എന്തായാലും കുറച്ച് കഴിയട്ടെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചി പറയും, അവൾ വരുന്നില്ലെങ്കിൽ നീയെങ്കിലും ഒന്ന് വാടാ, അച്ഛനെങ്കിലും നീ ഓർക്ക്, അച്ഛൻ്റെ വിഷമം ഓർക്ക്, നീയെങ്കിലും ഒന്ന് വാടാ വീട്ടിലേക്ക് എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, അവൾ വരാതെ ഞാൻ വരില്ല, എന്തായാലും നോക്കട്ടെ ഇങ്ങനെ പറയും. എന്നിട്ട് നീ വരില്ലേടാ, അപ്പോൾ നീ വീട്ടിലേക്ക് വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, അറിയില്ല എന്ന് പറയും. എന്നിട്ട് അപ്പോഴത്തേക്കും ഓണർ വന്നെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്ന് വിളിക്കും. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും, നമ്മുടെ സംസാരിച്ച് നിൽക്കുന്ന കാണുന്നില്ലേ, നീ പോയട്ടെ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചിൻ്റെ എൻ്റെ ജോലി ഇത് കളയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ സച്ചി വീണ്ടും ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, അറിയില്ല എന്ന് വെച്ച് കൈ ഇങ്ങനെ വിട്ടിട്ട് ശ്രീകാന്ത് നേരെ പോവും. സച്ചിക്ക് ചെറിയ വിഷമമൊക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ വീട്ടിൽ പോയിട്ട് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ശരത്തും കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്നാലും സച്ചി അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ രേവതി സച്ചി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പിന്നെ എന്തൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞത്, എൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, അപ്പോൾ സച്ചിയുടെ കുറേ സഹിച്ചതാണ്, അവസാനമാണ് അടി കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇങ്ങനെ ശരത്തപ്പോട് പറയും, ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്തറിയാം, അടിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും അറിയാവോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിയാണ്, റൗഡിയെ പോലെയല്ല റൗഡി തന്നെയല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, എന്താടാ നിനക്ക് എന്തും പറയാമെന്നായോ, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാമോ ഇങ്ങനെ പറയും. എന്നിട്ട് ഇനിയിപ്പോൾ ശ്രീകാന്തും ഒരു വർഷം എപ്പോഴാണ് വരിക എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ രേവതി പറയും. അപ്പോൾ ശരത്ത് പറയും, അവരുടെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറയാൻ പറയാം ചേച്ചിയുടെ ഹസ്ബൻഡിനോട്, അപ്പോൾ തനിയെ അവർ വന്നോളൂ എന്ന് പറയും. അപ്പോൾ അതിന് വേറെ ആളെ നോക്കണം എന്നിങ്ങനെ രേവതി പറയും. എന്നിട്ട് പൈസയുള്ളവന് മാത്രമേ മര്യാദയുള്ളൂ, ചേച്ചി പാവപ്പെട്ടവളായതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങനെ പറയും. പൈസ വേണം, എന്തിനായാലും പൈസ വേണം, അപ്പോഴേ നമുക്ക് മര്യാദ കിട്ടുമെന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, പൈസയൊന്നുമല്ല വേണ്ടത്, നല്ല സ്വഭാവവും നല്ല മനസ്സുമാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ശരത്ത് പറയും,
ചേച്ചിയുടെ സ്വഭാവം നല്ലതല്ലേ, ചേച്ചിയുടെ മനസ്സ് നല്ലതല്ലേ, എന്നിട്ട് ചേച്ചിക്ക് എന്താ മര്യാദ കിട്ടുന്നുണ്ടോ? ഇല്ല. ചേച്ചി പാവപ്പെട്ടവളായതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് മര്യാദ കിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴേ ജോലിക്ക് പോകുന്നത്. കുറച്ച് കഴിയുമ്പം ചേച്ചി പേടിക്കണ്ട, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നല്ല പൈസക്കാരനാവും, അപ്പോൾ നമുക്ക് കുറേ ആളുടെ പകരം ചോദിക്കാനുണ്ടെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാനിപ്പോഴേ ജോലിക്ക് പോകുന്നതെന്ന് പറയും. അപ്പോൾ രേവതി പറയും, നീ ആൻ്റണിയുടെ അടുത്ത് എന്തിനാണ് ജോലിക്ക് പോകുന്നത്? അവൻ വെറും കള്ളൻ, നീ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകണ്ട. എത്ര പ്രാവശ്യം പറഞ്ഞു, നിന്നോട് പറഞ്ഞാൽ കേൾക്കില്ലേ? നീ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നത്. നീ നല്ലോണം പഠിച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും, അപ്പോൾ പൈസക്കാരനാക്കാം, അല്ലാണ്ട് ഇപ്പോഴേ ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയും. അപ്പോൾ ശരത്തും ദേഷ്യം പിടിക്കും. ആൻ്റണി ചേട്ടൻ കള്ളനൊന്നുമല്ല, ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് നോക്കുള്ളൂ, അല്ലാതെ അത് എങ്ങനെയാക്കി, എപ്പോൾ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ആരും നോക്കില്ല. പൈസ ഉണ്ടോയെന്ന് മാത്രമേ നോക്കുള്ളൂ. അപ്പോഴേ മര്യാദ കിട്ടുള്ളൂ. ഞാൻ ജോലിക്ക് പോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നിന്നോടല്ലേ ആൻ്റണിയുടെ അടുത്ത് പോകണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞതിങ്ങനെ പറയും, നല്ലോണം പഠിച്ചാൽ മതി എന്നിങ്ങനെ രേവതി പറയും. അപ്പോൾ ശരത്തിന് ദേഷ്യം വന്നിട്ട്, നിങ്ങളോടല്ലേ, നിങ്ങളത് പോയട്ടെ, എന്നോടൊന്നും പറയാൻ വേണ്ട, ഞാനൊന്നും കേൾക്കില്ല, ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് കസേരയൊക്കെ തട്ടിയിട്ടിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രേവതിയുടെ അമ്മയോട് രേവതി പറയും, ഇവനെന്താ ഇങ്ങനെ, ഇപ്പം എന്താ ഇവൻ ഇങ്ങനെ, എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, അവന് പഠിച്ച് നല്ലൊരു ജോലി കിട്ടുമ്പോൾ അവൻ്റെ ഈ സ്വഭാവമൊക്കെ മാറിക്കോളും, അതുവരെ ഒന്ന് ശ്രമിക്കുന്നത് ഇങ്ങനെ പറയണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.